ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെ മഴയാട്ടോ, ഭയങ്കര മഴയാണ്. മഴ തോരാറേ ഇല്ല. ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളല്ല. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റായിട്ട് ഉണ്ടാക്കി കാണിക്കല്ല, അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കണ്ട് ഇപ്പുറത്ത് വന്ന് നോക്കിയതാണ് ഞാൻ. അപ്പം ഞാനിവളെ സവാള അരിയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഉണ്ട് കുറേ സവാള കുറച്ചധികം ഉണ്ട്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടിരുന്ന് അരിയണതാണ്. അപ്പോൾ അനിയന്മാരവിടെ ഇരുന്ന് കളിയാക്കി ഒച്ച ഇട്ടിട്ടാണ് കേട്ടോ ഞാനും പോയി നോക്കിയത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയുടെ പ്രീമിക്സ് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിരിയാണി വയ്ക്കണമെങ്കിൽ തന്നെ സവാള അധികം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രീമിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള അരിയാനായിട്ട് മോളെ ഏൽപ്പിച്ചിട്ടുണ്ടായിട്ട്, അപ്പോൾ ഞാനും കുറച്ച് ബാക്കി അവളും അങ്ങനെ രണ്ടുപേരും കൂടിയാണ് അരിഞ്ഞെടുക്കണത്. കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കാണെങ്കിൽ ഈ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് മതി. അപ്പോൾ അവരുടെ ലഞ്ചും ഡിന്നറൊക്കെ അങ്ങനെ കഴിയുകയും ചെയ്യും, ജോലി എളുപ്പവുമാണ്. പക്ഷേ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറേ സമയം പോകില്ല നമുക്കിങ്ങനെ സവാളയും ഇതൊക്കെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കാണെങ്കിൽ ആവശ്യം പോലെ നമുക്ക് ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിരിയാണി ഉണ്ടാക്കൽ ഒരു തലവേദനയായിട്ട് അപ്പോൾ തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ചെയ്തു വയ്ക്കണതാണ്. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 1 കിലോ ബിരിയാണിയാണ് വയ്ക്കണതെങ്കിൽ 4 സവാളയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 1 കിലോ ബിരിയാണിക്ക് 4 സവാള, 2 തക്കാളി, വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 8 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 12, 13, 15 എണ്ണം വരെയൊക്കെ ആവാം. കുഞ്ഞല്ലിയാണെങ്കിൽ, വലുതാണെങ്കിൽ 8 എണ്ണം. പച്ചമുളക് 8 എണ്ണം, അത് ചെറുതായാലും വലുതായാലും ഒക്കെ 8 എണ്ണം വേണം. അതാണ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. അതാണ് 1 കിലോ ബിരിയാണിക്ക് നമ്മൾ എടുക്കേണ്ട സാധനങ്ങളുടെ അളവാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ 4 സവാളയും 2 തക്കാളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും 8 പച്ചമുളകുമാണ് ആ കണക്കിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കണമുണ്ട്. അപ്പോൾ ഞാൻ എത്ര ബിരിയാണി വയ്ക്കാനാണോ പ്ലാൻ ചെയ്യണത് അതിനനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ അളവ് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അരിഞ്ഞെടുത്ത് സവാളയെല്ലാം ഒരു പാനിലേക്ക് പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യും കൂടി ഒഴിച്ചിട്ട് വഴറ്റാനിടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണിത്. അതിനകത്ത് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടാവുന്നല്ല, ആവശ്യത്തിന് മേടിച്ചാൽ മതി. അപ്പോൾ ആ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴറ്റാനായിട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിൽ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അതും ഇട്ടു. പിന്നെ അതിലേക്ക് അതെല്ലാം ഒന്ന് വാടി വന്നപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കി വയ്ക്കണത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് വാടി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇപ്പോൾ 1 കിലോ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ വിനാഗിരി, ഒരു ചെറിയ സ്പൂൺ കേട്ടോ, ടീസ്പൂൺ, വലിയ സ്പൂണല്ല, കുഞ്ഞു സ്പൂണിൽ ടീസ്പൂൺ കണക്കിന് 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എത്രയാണോ മസാല ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ടുള്ള വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന ബിരിയാണിയുടെ മസാലപ്പൊടിയാണ്. ബിരിയാണി മസാല, ഗരം മസാല എല്ലാത്തിനും പറ്റിയ പൊടി എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടില്ല, അത് തന്നെയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതുകൊണ്ടാണ് അന്ന് കുറച്ചധികം തന്നെ മസാല പൊടിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ആ പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിനകത്ത് ഒരു കഷ്ണം ജാതിക്കായും പിന്നെ 2-3 ജാതി പത്രയും കൂടി ചേർത്താട്ടോ പൊടിച്ചത്. അത് ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ജാതിക്കായും ജാതിപത്രയും നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അങ്ങനെ ആ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ അരപ്പിലേക്ക് അത് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേനും മഴ ഇങ്ങനെ കുറേശ്ശെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം തന്നെ അടുത്തത് വരാൻ വേണ്ടിയിട്ട് നല്ല മൂടിക്കെട്ടി നിൽക്കണമുണ്ട്. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാം പാകത്തിനായി. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിനാഗിരി കേട്ടോ, അതും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, അതായത് ടീസ്പൂൺ കണക്കിന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ കണക്കിന് പഞ്ചസാര. ഓവറായിട്ട് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ നമ്മുടെ ഈ മിക്സിന് ഒരു പ്രിസർവേറ്റീവ് പോലെ ഇരുന്നോളും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയൊരു
മേമ്പൊടിക്ക് ഒരു 2 തരി പഞ്ചസാരയൊക്കെ നമ്മൾ ഇറച്ചിക്കറി ആയാലും ബിരിയാണിയൊക്കെ ആകുമ്പോഴും ആ മസാലയിലേക്ക് ഇടണത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആ മസാലക്കൂട്ടെല്ലാം റെഡിയാക്കി ഇളക്കി നമ്മുടെ ബിരിയാണി മസാല സെറ്റായിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ജാറിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് എൻ്റെ അടുക്കള ഒരു യുദ്ധക്കളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളെല്ലാം ഉണ്ടായി. ഞാനതെല്ലാം കഴുകി തിണ്ണയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടുമല്ലോ. അപ്പോൾ ആ ടൈമിലാണ് ഇതൊക്കെ ചെയ്യണത്. അങ്ങനെ നമ്മുടെ മസാല എല്ലാം ചൂടാറി തണുത്തതിന് ശേഷം ഞാൻ വലിയ 2 ബോക്സും പിന്നെ ചെറിയൊരു ബോക്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബോക്സിലേക്ക് നമുക്ക് ആദ്യം എടുക്കാനായിട്ടുള്ള മസാല പാകത്തിന് ഒരു ബിരിയാണിക്കുള്ള മസാല ചെറിയ ബോക്സിലാക്കി വയ്ക്കും. ബാക്കി 2 വലിയ ബോക്സിലാക്കി വെച്ചാൽ എപ്പോഴാണോ ബിരിയാണി കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ നമുക്ക് എടുത്തിട്ട് ചിക്കൻ വേവിച്ചതോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ബീഫോ ഏത് വച്ചിട്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം.